ഇന്നാണ് ലൈലത്തുൽ ഖദർ ആകാൻ ഏറ്റവും സാധ്യതയുള്ള ദിവസം എന്ന് മഹാന്മാര് ഉറപ്പ് പറഞ്ഞ ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ലൈലത്തുൽ ഖദർ ആണ് ഇന്നെങ്കിൽ അല്ലാഹു സുബ്ഹാന ജല്ല ജലാലുഹു 83 വർഷത്തെ അമൽ ഒരൊറ്റ രാത്രി കൊണ്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. എന്താണ് അതിനുള്ള തെളിവ് എന്ന് കേൾക്കണോ? ഇന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ പറഞ്ഞു തന്നതാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം ഇൻഷാ അല്ലാഹ്. ഒരുപാട് അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നാണ് ലൈലത്തുൽ ഖദർ എങ്കിൽ എന്താണ് ഇന്ന് ഞാൻ ചെയ്യേണ്ടത്? എന്തൊക്കെ അമലുകളാണ് ഇന്ന് പ്രത്യേകമായി ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് കേട്ടു നോക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, സമയം പാഴാക്കി കളയാതിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലദ്കാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ മഹത്തായ ഒരു ദിവസത്തിലാണല്ലോ നമ്മളുള്ളത്. വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളെക്കാൾ പവിത്രതയുള്ള ഒരു ദിവസം, ഒരു രാത്രി, ദിവസം മുഴുവനല്ല, ഒരു രാത്രി. ആ രാത്രിക്ക് ഒരാൾ ഇബാദത്ത് ചെയ്താൽ 1000 മാസങ്ങൾ ഇബാദത്ത് ചെയ്ത്, 1000 മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം 83 അല്ലെങ്കിൽ 84 വർഷക്കാലം ഇബാദത്ത് ചെയ്ത കൂലി ലഭിക്കാൻ ഒരൊറ്റ രാത്രി മതി. അങ്ങനെ ഒരു രാത്രിയിൽ വിശുദ്ധ ഖുർആൻ ഇറക്കിയെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എന്നാൽ ആ രാത്രി എന്നാണ്? അത് റമദാന്റെ ഏതോ ഒരു ദിവസമാണ്, നമുക്കറിയാം. എന്നാൽ അത് ഏത് ദിവസമാണ് അത് കൃത്യമായിട്ട് അറിയില്ല. നബിതങ്ങൾ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്, അവസാനത്തെ 10-ലാണ്. എന്നാൽ മഹാന്മാർ ഉറപ്പു പറയുന്നു ഈ ദിവസം തന്നെ ആകാൻ 99% സാധ്യതയുണ്ട് എന്ന് ഉറപ്പു പറഞ്ഞ ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇബാദത്തുകൾക്ക് അവസരം നൽകുമാറാകട്ടെ. എന്താണ് ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത? ലൈലത്തുൽ ഖദറിന് എന്താ അള്ളാഹു കൊടുക്കുക? ഒന്ന് കേട്ടു നോക്കി. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, മുത്തുനബി തങ്ങൾ പറഞ്ഞത്. മഹദി ആയിഷ ബീവി പറഞ്ഞുതരാം. ഇന്നല്ലാഹ യഅതികു ഫീ കുല്ലി സഅത്തിൻ മിൻ റമളാന മിനൽ ലൈലി വന്നഹാരി 600 അൽഫി അതീഖിൻ മിനൻ നാർ. റമളാനിലെ എല്ലാ ദിവസവും, തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ ദിവസവും, ഓരോ മണിക്കൂറിലും അള്ളാഹു സുബ്ഹാനഹു വ തആല 6 ലക്ഷം നരകവാസികളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. മിമ്മൻ ഇസ്തൗജബൽ അദാബ്, അദാബിന് നിർബന്ധമായ ആളുകൾ എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല നരകവാസികളായ ആളുകളെ 6 ലക്ഷം ആളുകളെ ഓരോ മണിക്കൂറിലും മോചിപ്പിക്കും. എല്ലാ ദിവസവും 1 മണിക്കൂർ എന്നല്ല, ദിവസത്തിലുള്ള ഓരോ മണിക്കൂറുകളിലും എന്ത് ചെയ്യും? മോചിപ്പിക്കും. എന്നിട്ടോ ഇലാ ലൈലത്തുൽ ഖദർ, ഏത് ദിവസം വരെ? ലൈലത്തുൽ ഖദറിന്റെ ദിവസം വരെ, ലൈലത്തുൽ ഖദറിന്റെ അന്ന് വരെ. എന്നിട്ട് നബി തങ്ങൾ പറയാണ്, വഫി ലൈലത്തുൽ ഖദരി, ഇനി ലൈലത്തുൽ ഖദറിന്റെ ദിവസമായി കഴിഞ്ഞാൽ യുഅ്തിഖു ബിഅദദി മൻ അഅ്തഖ മിൻ അവ്വലി ശഹർ. റമദാന്റെ തുടക്കം മുതൽ ഈ ലൈലത്തുൽ ഖദറിന്റെ ദിവസം വരെ കുറെ ആളുകൾ മോചിപ്പിച്ചിട്ടില്ലേ? 6 ലക്ഷം വീതം ഓരോ മണിക്കൂറിലും മോചിപ്പിച്ചിട്ട് ലൈലത്തുൽ ഖദറിന്റെ ദിവസം വരെ എത്രയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ച ആ എണ്ണം, അത് റബ്ബിനെ അറിയുന്നത്. ആ എണ്ണം അനുസരിച്ച് ലൈലത്തുൽ ഖദറിന്റെ അന്ന് അള്ളാഹു വീണ്ടും എന്ത് ചെയ്യും? അത്ര തന്നെ എണ്ണം അള്ളാഹു വീണ്ടും മോചിപ്പിക്കും. എത്ര കോടി ഉണ്ടാവും? ആ കോടിയിലെങ്കിലും ഒന്ന് പെടാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ. ലൈലത്തുൽ ഖദറിന്റെ ദിവസത്തിന് അള്ളാഹു കൊടുക്കുന്നൊരു മഹത്വമാണ്, ഒരു സ്ഥാനമാണ്. എന്നാൽ ഒരാളൊരു സുബ്ഹാനല്ലാഹ് രാത്രി ചൊല്ലി, ഒരു ഒറ്റ സുബ്ഹാനല്ലാഹ്, 84 വർഷം സുബ്ഹാനല്ലാഹ് ചൊല്ലി കൂലി. ഒരു 2 റക്അത്ത്, ചുരുങ്ങിയ സമയം കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് ഒരു 2 റക്അത്തൊക്കെ നിസ്കരിച്ചു. എന്നാൽ 84 വർഷം 2 റക്അത്ത് നിസ്കരിച്ച കൂലി, അതായത് 84 വർഷം അങ്ങനെ നിസ്കരിച്ചു കൊണ്ട് ഇന്നതിന്റെ കൂലി എന്ത് ചെയ്യും? ആ വ്യക്തിക്ക് അള്ളാഹു എഴുതും. ഇത്തരത്തിൽ വലിയ പവർ ഉള്ളൊരു ദിവസമാണ്. ഇനി എന്താണ് ഈ ദിവസം തന്നെയാണ് ലൈലത്തുൽ ഖദർ ആകാൻ സാധ്യത എന്ന് മഹാന്മാർ പറഞ്ഞത്? ഒരു 3 കാരണങ്ങൾ പറഞ്ഞിട്ടെ. ഈ ഒരു 3 കാരണങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ ദിവസമാണ്, രാത്രിയാണ് ലൈലത്തുൽ ഖദറിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു രാത്രി എന്ന് ഞാൻ ഇത് പറയാൻ കാരണം. ഒരു 3 തെളിവുകൾ പറയുന്നുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് അവിടുന്ന് പറയുന്നത്? 3 അടയാളങ്ങൾ പറയാണ്. എന്താണ്? അതിലൊന്ന് അന്ന സൂറത്ത് 30 കലിമത്ത്. നമുക്ക് ഈ ലൈലത്തുൽ ഖദറിനെ പരിചയപ്പെടുത്തിയ ഒരു സൂറത്തുണ്ടല്ലോ, ഏതാ? സൂറത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ. ഈ ഖദർ സൂറത്തിന് വലിയ പവർ ഉണ്ട് കേട്ടോ. ഞാൻ മറ്റൊരു അവസരത്തിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. വലിയ പവറുണ്ട് ഖദർ സൂറത്തിന്. ഈ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്തിൽ 30 കലിമത്തുകളുണ്ട്. നിങ്ങൾ തന്നെ നോക്കിയാൽ കാണാം. 30 കലിമത്തുകൾ. ഇന്നാ അൻസൽനാഹു ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോരോ കലിമത്ത് എന്ന് പറഞ്ഞ പദങ്ങൾ, 30 പദങ്ങളുണ്ട്. ഇങ്ങനെ എണ്ണി വരുമ്പോൾ അതിൽ ഖൗലുഹു അഹിയ, അതിനകത്ത് ഹിയ എന്നല്ലോ കൗല്, അതായത് ഏറ്റവും അവസാനത്തെ ആയത്തിലുണ്ട് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, ഇല്ലേ? അതിലെ ഹിയ എന്ന ആ ഒരു പദം, അത് ഹിയ എന്ന് പറഞ്ഞാൽ ലൈലത്ത് എന്നാണ്, ആ രാത്രി എന്നർത്ഥം. ഹിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് എന്ന് നമ്മൾ പറയൂലേ, അല്ലെങ്കിൽ ദിസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ ഇത് അല്ലെ അത് എന്ന് മലയാളത്തിൽ പറയുന്നത് പോലെയുള്ള അറബിയിൽ പ്രയോഗിക്കുന്ന ഒരു പദമാണ് ഹിയ എന്നുള്ളത്. അത് എന്നർത്ഥം. ആ രാത്രി അല്ലെങ്കിൽ ഈ രാത്രി. ഈ ഹിയ എന്ന പദം വന്നത്
അസ്സബഅതു വൽ ഇശ്രീൻ എത്രാമത്തെ പദമായിട്ടാണ്? 27ാമത്തെ പദമായിട്ടാണ് വന്നത്. 27ാമത്തെ പദമായിട്ട്, അതായത് ആ ലൈലത്തുൽ ഖദ്ർ എന്ന പദം വരുന്ന ഹിയ എന്ന പദം വന്നത് 27ാമത്തതായിട്ടായതുകൊണ്ട് ഇന്നത്തെ 27ാമത്തെ രാവ് ലൈലത്തുൽ ഖദ്റിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാത്രിയാണ് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ തെളിവ് പറയാം. അതൊരു സാധ്യതയാണ്, പരിശുദ്ധ ഖുർആൻ നൽകിയ ഒരു സൂചനയാണ് എന്ന്. ഇനി അതല്ല, അടുത്ത രണ്ടാമത്തെ ഒരെണ്ണം കേട്ടോ. വസാനിഹ, രണ്ടാമത്തേത് അഹബ്ബുൽ അഅദാദി ഇലല്ലാഹി അൽ വിത്ർ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സംഖ്യ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സംഖ്യ വിത്റായ സംഖ്യ. വിത്ര സംഖ്യ എന്ന് വെച്ചാൽ ഒറ്റ സംഖ്യ അല്ലേ? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒറ്റയാക്കി ചെയ്യുക എന്നുള്ളത് സുന്നത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പൊ മുഖം കഴുകി 3 വട്ടം ആക്കൽ സുന്നത്താണ്. സുജൂദിൽ കടന്നുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി ചൊല്ലുക. എന്നാൽ 3 വട്ടം ചൊല്ലി. ഇനിയും കൂടുതൽ ചൊല്ലണോ? 4 ആക്കരുത്, 5 ആക്കണം. കൂടുതൽ ചൊല്ലണോ? 7 ആക്കണം. ഇങ്ങനെ ഒറ്റയാക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന് വലിയ ഇഷ്ടം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. അഹബ്ബുൽ അഅദാദി ഇലല്ലാഹി അൽ വിത്ർ. ഇനി പറയാണ് വ അഹബ്ബുൽ വിത്രി ഇലൈഹി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒറ്റ സംഖ്യ ഏതാണ്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം വിത്റാണ്, ഒറ്റ സംഖ്യയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒറ്റ സംഖ്യയിൽപ്പെട്ടതാണ് അസ്സബഅതു, എന്ത്? 7 എന്നുള്ളത്. 7 എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അതിനും തെളിവ് പറയേണ്ടത് വെറുതെ പറയാലല്ലോ. കാരണം എന്തേ? ഫഇന്നഹു തആല ഖലഖസ് സമാവാതി സബഅ, അള്ളാഹു ആകാശങ്ങളെ പടച്ചത് 7 ആയിട്ടാണ്. വൽ അർള സബഅ, ഭൂമിയെ പടച്ചത് 7 ആയിട്ടാണ്. വൽ അയ്യാമ സബഅ, ദിവസങ്ങളെ പടച്ചത് 7 ആയിട്ടാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച സംഗതികൾക്ക് എന്ത് ചെയ്യാ? 7 7 7 എന്നുള്ള ഓരോ കണക്ക് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ കഴിയുന്നതാണ്. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ 7 മാത്രമേ പഠിച്ചുള്ളൂ അങ്ങനല്ല പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് ഏറ്റവും കൂടുതൽ നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഈ 7ന്റെ കണക്കാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് 7 എന്നുള്ള സംഖ്യ വലിയ പ്രീതിയുള്ള തൃപ്തിയുള്ള സംഖ്യയാണ്. അതുകൊണ്ട് 27 എന്തായാലും അവസാനത്തെ 10-ലാകാൻ സാധ്യത കൂടുതൽ പറഞ്ഞപ്പോൾ ആ അവസാനത്തെ 10-ലെ 7ാമത്തെ ദിവസം, അതായത് 27ാമത്തെ രാവിലാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. രണ്ടാമത്തെ തെളിവതാണ്. ഇനി മൂന്നാമത്തെ ഒന്നുകൂടെ പറഞ്ഞുതരാം. മൂന്നാമത്തെ എന്താ? വസാലിസുഹ അന്ന ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ എന്ന പദം, ലൈലത്തുൽ ഖദ്ർ അല്ലേ, ആ പദം 9 അഹ്റുഫിൻ, എത്ര അക്ഷരങ്ങളുണ്ട്? എന്ത്? ലാമ്, യാ, ലാമ്, താ, അലിഫ്, ലാമ്, ഖാഫ്, ദാല്, റാ. ഇങ്ങനെ ലൈലത്തുൽ ഖദ്ർ എന്ന പദം 9 അക്ഷരങ്ങളായിട്ടാണ് എന്ത് ചെയ്തത്? ഉള്ളത്. ഈ 9 അക്ഷരങ്ങളുള്ള ലൈലത്തുൽ ഖദ്ർ എന്ന പദം വിശുദ്ധ ഖുർആനിൽ 3 തവണ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? 3 തവണ. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ശഹർ. 3 തവണ. ഇതല്ലാത്തൊരു സ്ഥലത്തും ലൈലത്തുൽ ഖദ്ർ എന്ന പദമില്ല. അപ്പൊ വിശുദ്ധ ഖുർആൻ നോക്കിയാൽ ഈ 3 സ്ഥലങ്ങളിലാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ 9 അക്ഷരങ്ങളുള്ള ഈ ഒരു കലിമത്ത് 3 തവണ പറഞ്ഞു. 3 × 9 എത്രയാണ് വരിക? 27 വരിക. അപ്പൊ അങ്ങനെ 27-നാണ് ഈ ലൈലത്തുൽ ഖദ്റിന് സാധ്യത കൂടുതൽ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കാനുള്ള കാരണം പറയുന്നത് മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി തങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരും കണ്ടതായി, സ്വപ്നത്തിൽ ദർശനം ലഭിച്ചതായി 27-നാണ് ഈ ഒരു ലൈലത്തുൽ ഖദ്ർ സംഭവിക്കുന്നത് എന്ന് അവർക്ക് സ്വപ്നത്തിലൂടെ ദർശനം കൊടുത്തതായൊക്കെ മഹാന്മാർ വിശദീകരിക്കേണ്ട റിപ്പോർട്ട് ചെയ്തതായി കാണാം. ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നത്തെ രാത്രി വലിയ പ്രതീക്ഷയുള്ള രാത്രിയാണ്. അതിനൊരു ചെറിയ തെളിവ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹു അവസരം നൽകുമാറാട്ടെ. ഇന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് അറിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആയിഷ ബീവി ഒരു ചോദ്യം ചോദിച്ചു നബിതങ്ങളോട്, എന്താണ് നബിയെ ചെയ്യേണ്ടത്? നബിതങ്ങൾ പറഞ്ഞത് ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഈ ഒരു ദിക്ർ നിങ്ങൾ അധികമായി ചൊല്ലണമെന്ന് ആയിഷ ബീവിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ദിക്ർ എന്ത് ചെയ്യാ? ഒരുപാട് ചൊല്ലിക്കോ ഈ ഒരു രാത്രി. അതോടൊപ്പം തന്നെ ഖിയാമുൽ ലൈൽ നമുക്ക് നിസ്കരിക്കാം. ഖിയാമുൽ ലൈൽ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വിത്റുകൾ പൂർണ്ണമായി നിസ്കരിക്കാം. 11 തന്നെ, 11 നമ്മൾ 3 സാധാരണ നിസ്കരിക്കാറുള്ളത്, 11 തന്നെ നിസ്കരിക്കാം. അതോടൊപ്പം ഖുർആന്റെ സൂറത്ത് യാസീൻ, സജദ, അതുപോലെ തന്നെ തബാറക സൂറത്ത് തുടങ്ങിയിട്ടുള്ള പ്രത്യേകതയുള്ള സൂറത്തുകൾ, ഖുർആൻ മുഴുവൻ ഓതൽ സുന്നത്താണ്. ഈ പ്രത്യേകതയുള്ള സൂറത്തുകളൊക്കെ എന്ത് ചെയ്യുക? പ്രത്യേകം പരിഗണിച്ചിട്ട് ഓതുക. എന്നാൽ എന്താ? 84 ഇപ്പോൾ ഞാൻ ഇന്നൊരു തബാറക സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ 84 വർഷം തബാറക സൂറത്ത് ഓതിയ കൂലി എനിക്ക് കിട്ടും അല്ലേ? 84 വർഷം യാസീൻ ഓതിയ കൂലി കിട്ടും. 84 വർഷം ഖിയാമുൽ ലൈൽ നിസ്കരിച്ച കൂലി കിട്ടും. 84 വർഷം ഞാൻ 11 റക്അത്തായിട്ട് വിത്ർ നിസ്കരിച്ച കൂലി എനിക്ക് കിട്ടും. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്താണോ ഇന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സംഗതികളൊക്കെ ശ്രദ്ധിക്കുക.
ഇതോടൊപ്പം തന്നെ ആർക്കെങ്കിലും ഒരാൾക്ക്, ഒരു സാധുവായ മനുഷ്യന് ഒരു 10 രൂപയെങ്കിലും ഒരു സ്വതക്കം കൊടുക്കാൻ ശ്രമിക്കാം ഈ രാത്രി. അത് സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളായിക്കൊള്ളട്ടെ. ഇനി പുരുഷന്മാർ പള്ളി പോകുന്നവരാണ്, അവിടെ ഉണ്ടാവും പാവപ്പെട്ട ഫക്കീറന്മാർ. ഒരു 10 രൂപ എടുത്തിട്ട് എന്തെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് ആരും കാണാതെ അയാളുടെ പോക്കറ്റ് വെച്ച് കൊടുക്കുക. കാരണം എന്താ അറിയോ, അത് ഇന്ന് ലൈലത്തുൽ ഖദർ ഉറപ്പാണ് എങ്കിൽ ഇന്നത്തെ രാത്രി ചെയ്ത് 84 വർഷം സ്വതക്ക കൊടുത്തതിന്റെ കൂലി കിട്ടും. 84 വർഷം സ്വതക്ക കൊടുത്തതിന്റെ കൂലി കിട്ടും. അത് ഉമ്മമാർക്കാണെങ്കിൽ വീട്ടിലുള്ള ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യുക, ഒരു ഹദിയം കൊടുത്തേക്കാം അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഒരു അയൽക്കാരുണ്ടാവൂലേ പാവപ്പെട്ടൊരു ഹദിയ കൊടുത്തേക്കാം, എന്തെങ്കിലും ഒരു ഹദിയ. ഇത്ര രൂപ വേണമെന്നൊന്നുമില്ല, ഒരു ചുരുങ്ങിയ പൈസ ആണെങ്കിൽ ശരി, നമ്മുടെ നെയ്യത്തനുസരിച്ചായിരിക്കും അതിന് വലിപ്പം ഉണ്ടാകുക അല്ലേ. 10 രൂപ കൊടുത്തു, അള്ളാഹു എനിക്ക് ഉണ്ടായിരുന്നു ഇനി ഞാൻ കൊടുക്കുമായിരുന്നു എന്ന് നെയ്യത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ ആ 10,000-ന്റെ പവറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നെയ്യത്തനുസരിച്ചാണ് അതിന് കൂലി കിട്ടാം. അപ്പൊ കൊടുത്തു കഴിഞ്ഞാലോ 84 വർഷം കൊടുത്തതിന്റെ കൂലി കിട്ടും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഭക്ഷണം, നമ്മുടെ വീട്ടിൽ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി, കുറച്ച് അല്പം കൂടുതൽ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, അയൽവക്കത്തേക്ക് കൊടുക്കുക, സഹോദരങ്ങൾക്ക് കൊടുക്കുക, എന്ത് ചെയ്യുക, അതിന് കൂലിയുണ്ട്. താമിന് ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറ്റുന്ന സുന്നത്തുകളൊക്കെ മാക്സിമം ഈ രാത്രി എടുക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരില്ലേ, ഇതാണ് ഏറ്റവും മുഖ്യമായിട്ട് ഇന്നത്തെ രാത്രി ആത്മാർത്ഥമായി ദ്വാരക്ക, ആത്മാർത്ഥമായി നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ റബ്ബിനോട് പറഞ്ഞിട്ട് ദ്വാരക്ക. കാരണം ഈ രാത്രി എങ്ങാനും അള്ളാഹു നമ്മെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഈ രാത്രി എങ്ങാനും നമുക്ക് അള്ളാഹു പരിഗണിച്ചു കഴിഞ്ഞാൽ ആ 84 വർഷത്തെ ദുആഇന്റെ കൂലി നമുക്ക് കിട്ടുമല്ലോ. അതുപോലെ തന്നെ ആ ദുആഇന് ഇജാബത്ത് ഉണ്ടാകുമല്ലോ. അള്ളാഹു ഭാഗ്യം നൽകുമാറായിട്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആയിൽ സാധുവായ എന്നെ ഓർക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാനും നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആരക്കും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തു തരുമാറാട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. വാ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.